വളരെ പ്രധാനപ്പെട്ട വാർത്ത ഇന്നലെ നമ്മൾ മുൻപിലേക്ക് എത്തിയത് ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് വേട്ടയാണ്. തസ്ലീമ സുൽത്താന എന്ന് പറയുന്ന സ്ത്രീയാണ് അതുമായി ബന്ധപ്പെട്ട് പിടിയിലായത്. അവരുടെ മൊഴിയിൽ നിന്ന് ലഭിക്കുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളായിരുന്നു. സിനിമാ മേഖലയിലേക്കാണ് ലഹരി ഒഴുക്കിയതെന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. ഏതായാലും പോലീസ് അതിന്റെ വിശദാംശങ്ങളിലേക്ക് അന്വേഷണത്തിലേക്ക് കടക്കുകയാണ്. സിനിമാ മേഖലയിലേക്കും അന്വേഷണം നീളുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഷാജഹാൻ ആലപ്പുഴയിൽ നിന്ന് വാർത്തയുടെ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. ഷാജി, ഈ തസ്ലീമ സുൽത്താന പറയുന്നത് ഈ പറയുന്ന മയക്കുമരുന്ന് സിനിമാ മേഖലയിലേക്കാണ് നൽകിയിരുന്നത് എന്നാണ്. വലിയ ബന്ധങ്ങൾ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് അവരുടെ മൊഴിയിൽ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അന്വേഷണ സംഘം അതിൻ്റെ വസ്തുതകൾ പരിശോധിക്കുകയാണോ? ആ തരത്തിൽ സിനിമാ മേഖലയിലേക്ക്, സെറ്റുകളിലേക്കൊക്കെ അന്വേഷണം പോകുന്ന ഒരു സാഹചര്യമാണോ കാണാൻ കഴിയുന്നത്? മനോ, ഈ പറയുന്ന തസ്ലീമ എന്ന് പറയുന്ന ഈ സ്ത്രീക്ക് സിനിമാ മേഖലയുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട്. ചെന്നൈയിൽ ഇവർ തമിഴ് സിനിമ മൊഴിമാറ്റം അടക്കമുള്ള കാര്യങ്ങളിൽ ഇവർ ജോലി ചെയ്തു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചില സിനിമകളിലൊക്കെ തന്നെ ഇവർ അഭിനയിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ലഹരി ഉപയോഗത്തെക്കുറിച്ച് ആരോപണ വിധേയരായ 2 നടന്മാരിലേക്കാണ് ഇവർ വിരൽ ചൂണ്ടുന്നത്. ഇവർ കഴിഞ്ഞ ദിവസം ഇവരെ ആദ്യം എക്സൈസ് സംഘം പിടികൂടിയപ്പോൾ ഇവരുടെയൊക്കെ പേരുകൾ പറഞ്ഞിരുന്നു. പക്ഷെ അത് മൊഴിയായിട്ടും അതോടൊപ്പം തന്നെ ഇത് സാധൂകരിക്കുന്ന തെളിവുകൾ കൂടി എക്സൈസിന് ലഭിച്ചാൽ മാത്രമേ അന്വേഷണം ഇവരിലേക്ക് കൂടി എത്തിക്കാൻ എക്സൈസിന് കഴിയുകയുള്ളൂ. എന്തായാലും ഇന്നലെ കസ്റ്റഡിയിലെടുത്ത 2 പേരെയും അറസ്റ്റ് രേഖപ്പെടുത്തി ഈ 2 പേരെയും റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇന്ന് രാസപരിശോധന, അതായത് ഇന്നലെ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയതിന്റെ രാസപരിശോധനയും മറ്റ് വിശദാംശങ്ങളിലേക്കൊക്കെയാണ് ഇന്ന് എക്സൈസ് സംഘം പോകുന്നത്. അതോടൊപ്പം തന്നെ ഇവരുടെ മൊബൈൽ ഫോണുകളൊക്കെ തന്നെ ഇപ്പോൾ എക്സൈസ് സംഘം പിടിച്ചെടുത്തിട്ടുണ്ട്. ഇത് കേന്ദ്രീകരിച്ചുകൊണ്ടിട്ടുള്ള അന്വേഷണം നടക്കും. ഇതിന്റെ ട്രാൻസാക്ഷൻസ് നോക്കും, ഇവരുടെ ഇടപാടുകൾ, അത്തരം കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കും. ഇവർ 4 കുട്ടികളുമായിട്ടാണ് കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ എത്തിയത്. ഈ കുട്ടികളെ മറവിലാണ്, കുടുംബം എന്നുള്ളൊരു പേരിലാണ് ഇവർ ഈ കച്ചവടം നടത്തിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഭർത്താവും ഒപ്പം ഉണ്ടായിരുന്നു. അയാളെ എക്സൈസ് സംഘം ചോദ്യം ചെയ്യും. അയാൾക്ക് ഇതിൽ പങ്കുണ്ടോ എന്നുള്ള കാര്യം എക്സൈസ് വിശദമായി പരിശോധിക്കും. കഴിഞ്ഞ ദിവസം ഇയാളെ കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്തുവെങ്കിലും അയാളിൽ നിന്നും കാര്യമായ വിവരങ്ങളൊന്നും തന്നെ ലഭിക്കാത്ത സാഹചര്യത്തിൽ അദ്ദേഹത്തെ വെറുതെ വിടുകയായിരുന്നു. ഇനി വീണ്ടും അയാളെ കസ്റ്റഡി എടുക്കാനുള്ള സാധ്യതയുണ്ടെന്ന് എക്സൈസ് പറയുന്നു. എന്തായാലും ഇന്ന് എക്സൈസ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ ഹൈബ്രിഡ് കഞ്ചാവിന്റെ പരിശോധനകൾ നടത്തും. അതോടൊപ്പം തന്നെ ഇതെല്ലാം മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് ഇവർ ആർക്കൊക്കെ ഈ മയക്കുമരുന്നുകൾ നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കഞ്ചാവുകൾ നൽകിയിട്ടുണ്ട്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പരിശോധിക്കുന്നത്. ഇവർ വളരെ വലിയ ഒരു റാക്കറ്റിന്റെ പ്രധാന കണ്ണിയാണ് എന്നാണ് എക്സൈസ് പറയുന്നത്. കാര്യം വർഷങ്ങളായിട്ട് ഇവർ ഇത്തരത്തിലുള്ള മയക്കുമരുന്ന്, കഞ്ചാവ് അടക്കമുള്ള മയക്കുമരുന്നുകൾ വിതരണം ചെയ്തു വരികയാണ്. അതുകൊണ്ട് തന്നെ ഇവരിൽ നിന്ന് ഒട്ടനവധി കാര്യങ്ങൾ പോലീസിന്, എക്സൈസിന് ലഭിക്കാനുണ്ട്. വരും ദിവസങ്ങളിൽ ഇവരെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായിട്ട് ചോദ്യം ചെയ്യും. അതിനു മുൻപായിട്ട് ഇവർ പറഞ്ഞ കാര്യങ്ങളെ സാധൂകരിക്കുന്ന തെളിവുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് എക്സൈസ് ചെയ്യുന്നത്. അതിന്റെ ഭാഗമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പറയുന്ന മൊഴിക്കപ്പുറത്തേക്ക് അത് സാധൂകരിക്കുന്ന തെളിവുകൾ ഉണ്ടോ എന്നതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്. അത് പരിശോധിക്കുകയാണ് അന്വേഷണ സംഘം. വിവരങ്ങളാണ് ഷാജഹാൻ നൽകിയത്. അന്വേഷണം സിനിമാ മേഖലയിലേക്ക് നീളുന്നു എന്നതാണ് ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരമെന്ന് പറയുന്നത്.